സുഖ, നിങ്ങൾക്ക് ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ ഒളിഞ്ഞിരുന്ന് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രുദ്ര, ഇത്ര ഫോഴ്സ് ആയിട്ട് ഒരിക്കലും ഷോട്ട് അടിക്കാൻ പാടില്ലട്ടോ. നിനക്കറിയോ, ഒരു ചെറിയ മുറിവുണ്ടായാൽ മതി, അതോടെ മനുഷ്യന്റെ കഥ അവസാനിക്കുന്ന അറിയില്ലേ? ചിലർക്ക് മെമ്മറി ലോസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. എഴുന്നേൽക്ക് ഷാക്കാൽ, എഴുന്നേൽക്ക്. ഷാക്കാൽ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അല്ല, ഞാൻ എവിടെയാണ്? എനിക്കൊരു കുഴപ്പമില്ലല്ലോ മുത്തശ്ശ. പക്ഷേ ഒരല്പം തല കറങ്ങുന്നത് പോലെ ഒരു ഫീലുണ്ട്. എന്നെ ഒന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമോ? താനെന്താ കൊച്ചു കുട്ടികളെ പോലെ സംസാരിക്കുന്നത്? അദ്ദേഹമൊന്നും നിങ്ങളുടെ മുത്തശ്ശനല്ല, രുദ്രയുടെ മുത്തശ്ശനാണ്. രുദ്രയുടെ. നീ എന്താ ഈ പറയുന്നേ? ഇദ്ദേഹം എന്റെ മുത്തശ്ശനാണ്, പിന്നെ രുദ്രൻ ഞാനാണ്. നീ പൊക്കെ ഇവിടുന്ന്. ഓ മുത്തശ്ശ, 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 ഞങ്ങളാകെ തളർന്നു പോയിരിക്കുക. വരും മുത്തശ്ശ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ആ ശരി ശരി രുദ്ര, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഒരു മിനിറ്റ്, ആദ്യം ഞാൻ ഇവരേക്ക് ഒന്ന് പറഞ്ഞു വിടട്ടെ. ആ ക്രിക്കറ്റ് ബോൾ ഇവന്റെ തലയ്ക്ക് കൊണ്ടതല്ലേ? ഇവന്റെ മെമ്മറി ലോസ് ആയി എന്നാണ് തോന്നുന്നത്. അവനിപ്പോ സ്വയം രുദ്ര എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരും വിഷമിക്കണ്ട, ഇവരെ ഞാൻ ശരിയാക്കി എടുത്തോളാം. പക്ഷെ ഇപ്പൊ ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകണം. വാ രുദ്ര, നമുക്ക് വീട്ടിലേക്ക് പോകാം. മുത്തശ്ശ, എന്നെ എടുത്തോണ്ട് പോകാമോ? നല്ല രസമുണ്ടല്ലോ. ഞാൻ നിനക്ക് താരാട്ട് പാടിത്തരാം. നീ കണ്ണടച്ച് നല്ലപോലെ ഉറങ്ങിക്കോ. സ്വപ്നം കണ്ടു കിടന്നുറങ്ങ്. തമാശയൊക്കെ പിന്നീടാകാം. ഞാൻ ഒരുപാട് മാജിക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇവന്റെ മെമ്മറി തിരിച്ചു വരുന്നില്ല. നാളെ ഇവനെ സർ മജിസ്ട്രിക്കിന്റെ അടുത്തേക്ക് നമുക്ക് കൊണ്ടുപോയി നോക്കാം. ഇപ്പോ നിങ്ങളെല്ലാവരും പോയി കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ഇവരൊക്കെ എന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവരെല്ലാരും എന്നെ എന്തിനാ എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഇവരിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? ഷകാൽ, അതായത് രുദ്ര, ഈ നിൽക്കുന്നവരൊക്കെ വലിയ വലിയ മജീഷ്യന്മാരാണ്. അവര് അവരുടെ പവർ യൂസ് ചെയ്ത് നിന്റെ മാജിക് പവർ അധികമാക്കാൻ പോവുകയാണ്. പിന്നെ നിനക്ക് ചോക്ലേറ്റും ഐസ്ക്രീമും തരും. സത്യാണോ? അതടിപൊളിയാണല്ലോ. ലെറ്റ്സ് സ്റ്റാർട്ട്. മുത്തച്ഛ, എനിക്ക് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എന്നെ ഈ ചെയർ ഇതൊന്ന് എഴുത്ത് കേൾക്കാൻ സമ്മതിക്ക്. മുത്തച്ഛ, എനിക്ക് വേദനിക്കുന്നു. മുത്തച്ഛ, ഇതൊന്ന് നിർത്താൻ പറ. മുത്തച്ഛ,
അവന് മാറുന്നുണ്ട്. മാജിക്, ഞാൻ മജീഷ്യനാണ്. പഴയ പോലെ ആവുന്നുണ്ട്. ഒരു മാറ്റമുണ്ട്. എല്ലാം മാറുന്നുണ്ട്. അതെ, എന്നെ കണ്ട് പേടിക്കേ, ഞാനാണ് ഷകാൽ. എല്ലാവരുടെയും പവർ വലിച്ചെടുക്കുകയാണ് അവൻ. എന്റെ പവേഴ്സ്, ഇതെന്താ പറ്റിയത്? എനിക്കെന്താ ഇങ്ങനെ തോന്നുന്നത്? എന്റെ പവറല്ലോ ആരോ അപഹരിച്ച പോലെ തോന്നുന്നു. ഷകാൽ, നീ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണല്ലേ? നീ പറഞ്ഞത് ശരിയാണ് ജയ്സിംഗ്. മെമ്മറി ലോസ് ഒക്കെ വെറും ഒരു നാടകമായിരുന്നു. നാടകം. അവരൊക്കെ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടപ്പോ തന്നെ ഞാൻ പെട്ടെന്നൊരു പ്ലാൻ ചെയ്തു, സോഗയുടെ ഒപ്പം ചേർന്ന്. പിന്നെ ക്രിക്കറ്റ് ബോൾ പോലും ഞാൻ എന്റെ മാജിക് യൂസ് ചെയ്ത് എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ്. അങ്ങനെയാണ് നിന്റെ തലയിൽ വന്ന് വീണത്. ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. പിന്നെ നീ എന്നെ സർ മജസ്റ്റിക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയാമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാവരുടെ പവേഴ്സും അപഹരിച്ചെടുത്തു. ഇതിനെയാണ് പറയുന്നത്, ഉപ്പ് തിന്നവൻ തീർച്ചയായും വെള്ളം കുടിച്ചേ പറ്റൂ എന്ന്. ഇപ്പോ ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ഇനി സൺ സിറ്റി മൊത്തം ഞാൻ എന്റെ കസ്റ്റഡിയിലാക്കും. എന്റെ നീണ്ടകാല സ്വപ്നം സഫലമാകാൻ പോവുകയാണ്. അപ്പൊ ഷക്കൽ എത്രയും വേഗം ഇവിടെ എത്തും. ഷാക്കാലിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഉടൻ തന്നെ ഷാക്കാൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. രംഗീലെ എല്ലാ കാര്യവും നിന്നോട് ഒന്ന് പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിയല്ലേ രുദ്ര? ഇനി നീ ഒരു കാര്യം പറയേ. ഷാക്കാൽ എന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റിന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ഹിറ്റോ അതോ ബ്ലോക്ക് ബസ്റ്ററോ? നിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഷക്കാൽ. പക്ഷെ നീ വളരെ മോശമായ ഒരു മനുഷ്യനാണ്. ഞാൻ എല്ലാവരുടെ പവേഴ്സും വീണ്ടെടുക്കും, നോക്കിക്കോ. രുദ്ര, ഇപ്പോ ഞാൻ തനിച്ചല്ല. ഇപ്പോ എന്റെ ശരീരത്തിനുള്ളിൽ നിന്റെ മുത്തശ്ശന്റെയും സർ മജിസ്റ്റിക്കിന്റെയും പിന്നെ 4 മജീഷ്യന്റെയും പവറുകളുണ്ട്. അവരെ എല്ലാവരും ഒരുമിച്ച് നിനക്ക് തോൽപ്പിക്കാനാവില്ല. ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ചേട്ടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ഞാൻ സ്വയം ഓടിക്കോളാം. രുദ്ര, അവരുമായിട്ട് ഏറ്റുമുട്ടാൻ നമ്മൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തേ പറ്റൂ. നമുക്ക് ആദ്യം ഇവിടുന്ന് പോവാം. വാ. ഓക്കേ മൈറ. ഷകാലിനെ കണ്ട് പേടിച്ചേ എല്ലാരും ഓടിപ്പോയിരിക്കുകയാണ്. ഇനി
മുതൽ സൺ സിറ്റിയിലെ ഓരോ മെമ്പറും ഈ ഷകാലിനെ രാജാവായി സ്വീകരിക്കും. അങ്ങനെ ഇത് ഷകാലിന്റെ സാമ്രാജ്യമായി മാറും. ജയസിംഗിന്റെ കഥ കഴിഞ്ഞു. ഇനി ഷാക്കാലിന്റെ സമയമാണ്. രുദ്ര, തന്ത്രപരമായി നമ്മളെടുത്ത് പെരുമാറുന്നവരടുത്ത് നമ്മളും തന്ത്രപരമായി തന്നെ പെരുമാറണം. നീ ഈ ബുക്ക് കയ്യിൽ വെച്ചു. ഇത് നിന്നെ ഒരുപാട് സഹായിക്കും. താങ്ക്സ് അല്ല സർ. ഞാൻ റെഡ് യെല്ലോ ബ്ലൂ മാജിക്കൽ ബോൾസ് ഷക്കാളുടെ നേർക്ക് എറിഞ്ഞില്ലേ? അതിന്റെ റിയാക്ഷൻ ഇപ്പൊ നോക്കിക്കോ. ആരാത് പറ, ആരാത്? ഞാനെങ്ങനെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്റെ ആരാണ് ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നത്? പെട്ടെന്ന് എനിക്ക് പറ്റിയത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? രംഗീല, എന്നെ ഒന്ന് താഴെ ഇറക്കി വിട്. ചേടാ, ഇത് വലിയ പ്രശ്നമായല്ലോ. ഷാക്കാൽ, നീ ബലൂണായി മാറി മോൾ എന്തായി ചെയ്യുന്നത്? അയ്യോ അയ്യോ, എന്നെ താഴെ ഇറക്ക്. പെട്ടെന്ന് എന്താ എനിക്കിങ്ങനെ സംഭവിച്ചത്? എന്നെ താഴെ ഇറക്ക്. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്ക്. ആരെങ്കിലും സഹായിക്കേ. ഒരു പ്രാവശ്യം മുത്തശ്ശനും ഇങ്ങനെ സംഭവിച്ചു. അത്ര പെട്ടെന്നൊന്നും ശരിയാക്കാൻ പറ്റിയില്ല. നിന്റെ ബാൽ ഗോപാൽ ബാബയെ വിളിച്ചു. ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന്റെ മുഖം ഒരു കൊച്ചുകുട്ടികളുടെ പോലെ ഉണ്ടാവുക. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളിൽ അയാൾ മറ്റുള്ളവരെ കടത്തി വെട്ടാം. എന്താ വേഗിച്ചല്ലേ, സമയം കളയാതെ അയാളെ കൂട്ടിക്കൊണ്ടുപോവാ. അയ്യോ, എന്നെ താഴെ ഇറക്കൂ. അയ്യോ അയ്യോ, ഞാൻ പിന്നെ ബോളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അയ്യോ, ഞാൻ വീണ്ടും പറക്ക. അയ്യോ, എന്നെ താഴെ ഇറക്കൂ. അയ്യോ, ഇതെന്ത് പറ്റിയതാ? എനിക്കിതെന്താ പറ്റിയത്? എന്നെ ആരെങ്കിലും ഒന്ന് താഴെ ഇറക്ക്. പേഷ്യന്റ് ഇവിടെ ആരാ? എന്നെ പോലൊരു വലിയ മനുഷ്യനെ താങ്കൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഡോക്ടർ? അയ്യോ അയ്യോ, എന്നെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത് ഡോക്ടർ? അയ്യോ, എന്നെ തല്ലല്ലേ ഡോക്ടർ. അയ്യോ, എന്നെ തല്ലല്ലേ. അർദ്ധരാത്രി വിളിച്ചുണർത്തി എന്നെ ശല്യപ്പെടുത്തിയല്ലേ? പിന്നെന്താ, തല്ലാതെ സൽക്കരിക്കാനാണോ പറയുന്നേ? രാവിലെ വരെ നിനക്ക് കുറച്ചു നേരം കാത്തിരിക്കാൻ പറ്റില്ലായിരുന്നോ? ഡോക്ടർ സാറേ, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. എന്നെ തല്ലല്ലേ, എന്നെ തല്ലുന്നത് നിർത്തണേ. എന്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്നെ ഇവിടെ അല്പം കരുണ തോന്നണേ. ശരി ശരി, എല്ലാം ശരിയാണ്. നീ താഴെ ഇറങ്ങി വന്നാലേ എനിക്ക് നിന്നെ ചെക്കപ്പ് ചെയ്യാൻ പറ്റൂ. താങ്ക് യു, താങ്ക് യു. വളരെ മോശമായ കണ്ടീഷനിലാണല്ലോ. കിട്ടിപ്പോയി. ഈ പ്രശ്നത്തിലെല്ലാം കാരണം നിന്റെ വയറ്റിലേ പോകാനുള്ള എല്ലാ വഴികളും ചുറ്റിയെ പറ്റി അങ്ങനെ നിപ്പുണ്ട്. നിന്റെ വയറിനകത്ത് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കെല്ലാം അത് വെച്ച് നോക്കുമ്പോൾ 10-20 പേരുടെ ആഹാരം ഒറ്റയടിക്ക് ഇരുന്നിരപ്പിന് തിന്നു തീർക്കുന്ന ആവനാണ് നീ. അതുകൊണ്ട് നീ ഒരു ബലൂണായി മാറിയിരിക്കുകയാണ്. ഡോക്ടർ സാറേ, ഞാൻ താങ്കളോട് ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാൻ 10 പേരുടെ ആഹാരം കഴിച്ചിട്ടില്ല. 6 സൂപ്പർ മജീഷ്യന്റെ പവർ ഇപ്പൊ എന്റെ കൈവശമാണ്. അത് 10 പേരുടേതല്ല, 20 പേർക്ക് തുല്യമാണ്. ഒരാളുടെ ശരീരത്തിനകത്ത് 20 പേരുടെ പവർ ഉണ്ടെന്നോ? പിന്നെ നീ ഇങ്ങനെ ബലൂൺ പോലെ വീർത്തതിൽ അത്ഭുതമൊന്നുമില്ല. ഡോക്ടർ സാറേ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എന്നെ പഴയ പോലെ ഒന്ന് ആക്കി തരണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലൊക്കെ ചെയ്യാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്തോളാം. എന്ത് വേണമെങ്കിലും. ശരി ശരി. നിനക്കൊരു ട്രീറ്റ്മെന്റ് തരാനായിട്ട് ദൃശ്യം മലനിരകളിലേക്ക് ചെന്ന് ഔഷധ സസ്യങ്ങൾ കൊണ്ടുവരാനുണ്ട്.
അതിന് 2-3 ദിവസങ്ങൾ പിടിക്കും. പക്ഷെ ഒരു പ്രാവശ്യം മരുന്ന് തയ്യാറായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ നീ പഴയതുപോലെ തന്നെയായി മാറും. അതുവരയ്ക്ക് നീ കിടന്നുറങ്ങാനുള്ള പണി നോക്ക്. അങ്ങനെ ഓരോ ദിവസവും നിന്റെ ശരീരത്തിനകത്ത് നിന്ന് മറ്റുള്ള എല്ലാ മജീഷ്യന്റെ പവേഴ്സിനെയും പുറത്തേക്കെടുത്ത് അലമാരിക്കകത്ത് സൂക്ഷിച്ചു വെക്ക. അത് പക്ഷേ ഡോക്ടർ, അങ്ങനെ ചെയ്താൽ അത് വളരെ വലിയ റിസ്ക് അല്ലേ? ഇതിലെന്ത് റിസ്കാ ഉള്ളത്? എല്ലാ ശക്തിയും നീ നിന്റെ കൈ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്. ഈ രോഗം രാത്രിയാണ് വരുന്നത്. നേരം വെളുക്കുമ്പോൾ വീണ്ടും നിന്റെ ബോഡിയിൽ നിന്ന് ഞാൻ എടുത്തേക്കാം. പക്ഷെ ഞാൻ വരുന്നത് വരെ ദിവസവും അതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾ എന്തിനാണ് എന്നെ തല്ലുന്നത്? എന്നെ തല്ലരുത്. ഡോക്ടർ, തല്ലരുത് ഡോക്ടർ. എനിക്ക് വേദനിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ രാത്രി നേരത്ത് വിളിക്കരുത്, മനസ്സിലായോ? ഇല്ലില്ല, ഞാൻ ഒരിക്കലും വിളിക്കില്ല. രക്ഷപ്പെട്ടു. അകിര സക്കീര ബസൂക്ക, എന്റെ ശരീരത്തിൽ എത്ര പേരുടെ പവർ ഉണ്ടോ അതെല്ലാം ബോളായിട്ട് പുറത്തു വാ. ഇപ്പൊ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങാം. ആരത്? ആരാ? നോ, എന്റെ പവർ ബോൾസ്. പോവരുത്, പോവരുത്, തിരിച്ചു പോവരുത്. രുദ്ര, നിൽക്കവിടെ. അപ്പൊ ബാബ ഡോക്ടർ എല്ലാം നിന്റെ കളിയായിരുന്നു അല്ലേ? ഇപ്പൊ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ ആക്ടിങ്? കലക്കിയല്ലേ? എല്ലാ ബോൾസും എന്റെ വലയ്ക്കകത്ത് തിരിച്ചു വരട്ടെ. ഒന്ന് മതിയാക്കി മാറാ. രുദ്ര, I am ready. ഞാൻ മജീഷ്യൻ. എന്നെ കൊണ്ട് പേടിക്കണം. ഞാനാണ് ഷാഖാൻ. ഇനി നിനക്ക് എന്നെ ഒന്നും ചെയ്യാനാവില്ല, ഒന്നും ചെയ്യാനാവില്ല. രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്.
ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഒറ്റയടിക്ക് അവസാനിപ്പിക്കും. എല്ലാവരെയും ഞാൻ കൊന്നൊടുക്കും. ശരി, നമുക്ക് നോക്കാം. Ibaiska, boom, chick, chick, boom. വേണ്ട, വേണ്ട, എനിക്ക് എന്താ പറ്റിയത്? വേണ്ട, വേണ്ട, അതെല്ലാം എന്റെ പവേഴ്സ് ആണ്. ഷക്കാൽ, നീ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിനക്ക് കിട്ടും. ഞാനിവിടെ നിന്നെങ്കിലല്ലേ നിങ്ങൾ എന്നെ ശിക്ഷിക്കൂ. രുദ്ര, ഞാൻ വീണ്ടും വരും. ഞാൻ വീണ്ടും തിരിച്ചെത്തും. രുദ്ര, വളരെ നന്ദിയുണ്ട് കേട്ടോ. നീ ഞങ്ങൾ എല്ലാവരെയും രക്ഷിച്ചിരിക്കുകയാണ്.